ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 2025 തീരാൻ പോവുകയാണല്ലേ. അപ്പോൾ ഈ 2025 എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു, ജസ്റ്റ് ഒരു റീക്യാപ്പ് 2025 എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ തോന്നി. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കും ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മെറ്റയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. റീക്യാപ്പ് 2025 യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോസിന് പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ മെറ്റ എനിക്ക് തന്നു. അപ്പോൾ ഞാനത് ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ഒരു ബുക്കിൽ എഴുതി ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊക്കെ പറയണം എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മെറ്റ ഫസ്റ്റ് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 മൊമെൻറ്റ്സ് എന്ന് വെച്ചാൽ 2025 ടോപ്പ് 5 മൊമെൻറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടോപ്പ് 5 മൊമെൻറ്റ്സിൽ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്നത് വെയിറ്റ് ലോസ് ആണ്. കാരണം നമ്മുടെ ലുക്കിൽ തന്നെ നമുക്കൊരു ചേഞ്ച് വരുമ്പോൾ ടോട്ടലി ചേഞ്ച് ആവും. കോൺഫിഡൻസ് ലെവലിൽ എല്ലാത്തിനും ചേഞ്ച് വരും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ജേർണിയാണ് എനിക്ക് ഫസ്റ്റ് ഒരു മൊമെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം ആയതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഈ ഒരു ജനുവരി ടു മാർച്ച് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ഒക്കെ ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊരു പെണ്ണ് കാണൽ നടന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അതും എനിക്കൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. മറക്കാനാവാത്ത ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ അത് 2025 പിന്നെ ഒരു മൊമെൻ്റ് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോഴും ചില സമയത്ത് ഒരു പോയിന്റിൽ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഗേൾസ് ആദ്യം ചെയ്യുന്നതാണ് ഹെയർ കട്ട് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ലൊരു ലുക്ക് കിട്ടണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുക്കുംബ എന്ന് പറയുന്ന ഒരു സലൂണുണ്ട്. അത് ഞാൻ കുറേ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ കണ്ടിട്ട് ഞാൻ പോയിട്ട് അവിടെ പോയി ചെയ്തായിരുന്നു. കുറച്ച് പ്രൈസിയാണ് എന്ന് വെച്ചാൽ നോർമൽ ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് പ്രൈസി അല്ല. പൈസ കൊടുത്തത് എനിക്ക് ഭയങ്കര വർത്തായി. എനിക്ക് അവിടെ ആ സമയത്ത് എന്തായാലും ഒരു ഹെയർ കട്ട് കഴിഞ്ഞിട്ട് അവർ മുടി സെറ്റ് ചെയ്ത് തരുമ്പോൾ ആ ലുക്ക് നമുക്ക് എവിടെ പോയാലും കിട്ടൂല. പക്ഷേ ആ വീഡിയോ ഞാൻ ഇന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഫിനിഷിങ്ങും എന്നെ അതിനകത്ത് കാണാൻ, അങ്ങനെ പറഞ്ഞുകൂടാ, പക്ഷെ എന്നെ അതിനകത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. കാരണം ഞാൻ ഈ മുടിയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ മുടിയും കൊണ്ട് അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ഫിനിഷിങ് ഇല്ല, എപ്പോഴും ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ഫേവറേറ്റ് മൊമെൻറ്റാണ്. പിന്നെ എനിക്കൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്, പിന്നെ യൂട്യൂബിനെ സംബന്ധിച്ച് എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായൊരു വർഷമാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതെൻ്റെ ഒരു ബെസ്റ്റ് മൊമെൻ്റാണ്. എന്നും യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 4 വർഷമായെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂട്യൂബിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.5-2 വർഷമാവുന്നേ ഉള്ളൂ. ഈ ഒരു സെക്കൻഡ് ഇയറിൽ എനിക്ക് അത്യാവശ്യം ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കിന് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് ഒരു 2025 അതും എൻ്റെ ഒരു ഫേവറേറ്റ് മൊമെൻ്റാണ്. പിന്നെ ഫേവറേറ്റ് മെമ്മറീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ മെമ്മറീസ് എന്ന് പറയാനായിട്ട് എൻ്റെ ഒരു പെണ്ണ് കാണൽ എനിക്ക് നല്ലൊരു മെമ്മറീസാണ്. അത് തന്നെയാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നതും. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് അധികം ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്ത ഒരാളാണ്. എനിക്കൊത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് റിൻസീന. അപ്പോൾ അവളുടെ കൂടെയാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അവളുടെ കൂടെ എവിടെ പോയാലും അതെനിക്കൊരു ഫേവറേറ്റ്. ആ സമയത്ത് ഭയങ്കര ഒരു കാമായിട്ട് നമുക്കിഷ്ടമുള്ള ആളുടെ കൂടെ പോകുമ്പോൾ അതൊരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും നമുക്കൊരു ഒരു സന്തോഷമില്ലേ, അത് കുറേ പേർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അവളുടെ കൂടെ പോയ കുറച്ച് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് നമ്മളിങ്ങനെ ഷോപ്പൊക്കെ ഇല്ലേ, സ്ട്രീറ്റ് പോലത്തെ, അതിനെന്താണോ പറയുന്നത്, ബ്രോഡ്വേയിൽ ഞങ്ങൾ പോയായിരുന്നു. അവളോടെ പോയാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതെനിക്കൊരു ഫേവറേറ്റ് മെമ്മറിയാണ്. ഇപ്പം വീഡിയോസും കാര്യങ്ങളും ഒക്കെ എനിക്ക് അവൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എത്രയെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് പറയും, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലോ, കൺഗ്രാജുലേഷൻ, നീ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിനക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരാളാണ് അവൾ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര നല്ല മെമ്മറീസാണ് ഈ വർഷം, അത് പ്രത്യേകിച്ച്. ഇനി ഞാൻ ഈ ബുക്ക് കൈ പിടിക്കുകയാണ്. ഇനി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ്. എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. വെയിറ്റ് ഉള്ള സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമുക്ക് എന്തോരം വെയിറ്റ് ഉണ്ട്, നമ്മൾ കൂടി എന്നൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓൾറെഡി എനിക്ക് ഇഞ്ചുറി ഉള്ള ഒരു കാലമുണ്ട്, ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശേഷം നമുക്ക് ഒത്തിരി വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ജോലിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡിലും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അങ്ങനെ വെയിറ്റ് കൂടിയതാണ്. അത് എനിക്ക് വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി.
പിന്നെ 2026 വിഷ് ലിസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വിഷ് ലിസ്റ്റ് എപ്പോഴൊരു എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ വിഷൻ ബോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി അത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 50% ഒക്കെ നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കതൊന്ന് ചെയ്ത് നോക്കണം എന്നുണ്ട്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വിഷ് ലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. എന്നിട്ട് നമുക്ക് ആ വിഷ് ലിസ്റ്റ് ഒക്കെ നടന്നോന്ന് അടുത്ത വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഫേവറേറ്റ് മൂവീസ് സോങ്സ് ഓഫ് 2025. ഇവിടെ ഞാൻ അതിൽ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് സീരീസ് ഇത്തവണ ഞാൻ കൂടുതലും ഉണ്ടല്ലോ, എനിക്ക് ഇത്തവണ സീരീസിൽ ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് ആണുള്ളത്. എനിക്ക് ഇത്തവണ ഭയങ്കര ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ 2 വർഷം മുന്നേ കണ്ടുവച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഈ പുതിയ സീസൺ വരുന്നു എന്നുള്ള സംഭവം കണ്ടിട്ടാണ് ഞാൻ പിന്നെ കാണുന്നത്. ഞാൻ കുത്തിയിരുന്ന് എല്ലാ പാർട്ടും ഇരുന്ന് കണ്ടു. ഇനിയിപ്പോൾ അത് അതിൻ്റെ ബാക്കിയും കൂടെ ഇറങ്ങാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഇത്തവണത്തെ. എനിക്ക് വേറെ സിനിമാസ് ഒന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഈ ഒരു സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നല്ല സീരീസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് അഡ്വഞ്ചേഴ്സ്, പിന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ വെച്ചിട്ട് അതിൻ്റെ പീക്കിൽ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അങ്ങനെ റിപ്പീറ്റ് കേൾക്കുന്ന ഒരാളല്ല ഞാൻ. മിക്കവാറും ഞാനൊരു എഡിറ്ററാണ്. അപ്പം ഞാനിങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കൂടുതലും നമ്മൾ കേൾക്കുന്ന പാട്ടൊക്കെ ആണ് ഹെഡ്സെറ്റിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ ഉള്ളൂ കേൾക്കുന്നത്. പിന്നാണെങ്കിൽ ഞാൻ മിക്കവാറും ഫാസ്റ്റ് സോങ്സ് ഒക്കെ ആയിരിക്കും കേൾക്കുന്നത്. കാരണം എനിക്ക് എനർജി ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫാസ്റ്റ് സോങ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് എനിക്കൊരു ബൂസ്റ്റ് പിടിച്ചൊരു ഫീൽ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്യാറ്. എനിക്ക് വിജയുടെയൊക്കെ അണ്ണൻ്റെയൊക്കെ മറ്റേ ഹൈ പീക്കിലുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു വിറത്ത് കയറിയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ചിലവർ ഇങ്ങനെ ഈ സാഡ് സോങ് ഒക്കെ ഇരുന്ന് അതൊക്കെ ഞാൻ പണ്ടേ വിട്ട സീനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും കേൾക്കാറില്ല. പിന്നെ ഗോൾ സ്റ്റാർട്ട് 2025 ടേൺഡ് ഔട്ട്. വെയിറ്റ് ലോസ്. ഞാൻ ജനുവരിയിലാണ് പോയത്. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു നല്ലപോലെ. എനിക്കിപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ ലൂസായി തുടങ്ങി. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അതൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ടൈറ്റായിട്ടിരുന്ന ഡ്രസ്സൊക്കെ ലൂസായി തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഗോൾ എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവുക, എനിക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതൊക്കെയായിരുന്നു ആഗ്രഹം. അങ്ങനെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഞാൻ EMIക്ക് ഒരു ഫോൺ എടുത്തു. ആ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അത് കാരണം എനിക്ക് 2025 കുറച്ചും കൂടെ കണ്ടൻറ്റ് ക്വാളിറ്റിയിൽ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റിലേക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 100% ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും ഒരു 50% 60% എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഗോളും. ആ ഗോള് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. എനി ന്യൂ ഹാബിറ്റ്സ് ഓർ സ്കിൽസ് യു പിക്ഡ് അപ്പ്. എനിക്കൊരു സ്കില്ല് ഡെവലപ്പായി. റീസെൻ്റ്ലി ആണ് ജ്വല്ലറി മേക്കിംഗ് കുറച്ചൊക്കെ പഠിച്ചത്. ഞാൻ ഇൻവിസിബിൾ ജ്വല്ലറീസിൻ്റെ ABCD എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ വീഡിയോസൊക്കെ കൂടെ ഒക്കെ കണ്ട് ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ അത്യാവശ്യം ഇൻവിസിബിൾ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കും. കമ്മലൊക്കെ ഉണ്ടാക്കാൻ കുറേശ്ശെയൊക്കെ പഠിച്ചു. അതാണ് ഞാൻ ഈ ഒരു വർഷം ഉണ്ടാക്കിയെടുത്തൊരു സ്കില്ല്. പിന്നെ ട്രാവൽ ഹൈലൈറ്റ്സ് ഓർ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഞാൻ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എവിടെയും പോയിട്ടില്ല. ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങനെ പുറത്തിങ്ങനെ ട്രിപ്പ് പോകാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഒക്കെ ഉണ്ടാവും എല്ലാ മനുഷ്യന്മാരെ പോലെയും. പക്ഷേ അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന വ്ളോഗിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവുള്ളൂ. പോകണം ഡ്രീം ഡെസ്റ്റിനേഷനൊക്കെ എന്നെങ്കിലും ഒരിക്കൽ സാധിക്കും. ഈ ഒരു വർഷത്തിൽ അതെനിക്ക് പറയാൻ പറ്റൂല. ഞാൻ ആകെ എറണാകുളം കൊല്ലം അത് വിട്ട് ഞാൻ ഈ വർഷം എവിടെയും പോയിട്ടില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ യു ഇൻ 2026? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി മാക്സിമം നോക്കാറുണ്ട്. പങ്ക്ച്വാലിറ്റി, കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. കൺഫ്യൂഷൻ അല്ലെങ്കിൽ വിട്ടുപോകുന്നത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരു മറവി കൊണ്ടിട്ടൊക്കെ എനിക്ക് ഓൺ ടൈമിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. അതെനിക്കൊന്ന് മാറ്റണമെന്നുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ അല്ല. എല്ലാം അടുക്കി പെറുക്കി വെച്ചാൽ എന്തെങ്കിലും തപ്പാൻ വേണ്ടിയിട്ട് പിന്നെ അതിനകത്തിട്ട് കൈയിട്ട് വാരി അത് മൊത്തം അലമ്പാക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ അഭിമാനിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്കത് ഇനിയെങ്കിലും മാറ്റണം എന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയാണെങ്കിലും ഒരു സമാധാനത്തിൽ ഇങ്ങനെ പോകണം എന്നുണ്ട്. ഈ ചില സമയത്തൊക്കെ നമുക്ക് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര വള്ളിയാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളുടെ വർക്കിന് അതൊന്നും ഒരു റീസൺ അല്ല.
ക്ലയൻറ്റിന് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഞാൻ എത്ര പ്രഷറിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ വർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് സ്ട്രെസ്സ് തോന്നാറുണ്ട്, ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കാറുണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ കൂടെ പോകണം എന്നുണ്ട്. പിന്നെ അടുത്ത വർഷം എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നൊരു വർഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ 2026 ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.